ഈ സിനിമയിൽ ഒരു ഗാനത്തിൽ മാത്രം വന്നു പോകുന്ന സൂപ്പർ താരം ആരാണ്? ഒറ്റ പാട്ടിൽ. 2020 എ അസിൻ, ബി നയൻതാര, സി സണ്ണി ലിയോൺ. പാട്ടൊന്നും കാണിക്കില്ലല്ലേ? അതിലൊരു പാട്ടുണ്ട്, കാരണം അതില് യൂത്തിന്റെ പാട്ടാണത്. പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത് എല്ലാരും ഉള്ളൊരു പാട്ടാണ്. നല്ല രസമുള്ളൊരു പാട്ടാണ്. അതിൽ വന്നു പോകുന്നത് നയൻതാരയാണ്. ബി നയൻതാരല്ലേ? നയൻതാര ഞാൻ എടുത്തിട്ട് പൂട്ടി. നയൻതാര നേരിട്ട് കണ്ടിട്ടുണ്ടോ? നയൻതാരയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ഷോയ്ക്ക് നയൻതാര വന്നപ്പോ അങ്ങനെ കണ്ടിരുന്നു. ഞാൻ ആകപ്പെടെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ബസ്സിൽ ഞങ്ങളുടെ കൂടെ എല്ലാവരുടെ കൂടെ ഒരുമിച്ച് കയറി. അന്ന് ഫാസിൽ സാറിന്റെ പടം അഭിനയിച്ചു കഴിഞ്ഞ ടൈമാ. ഞാൻ മദ്രാസിൽ നിന്ന് കൊച്ചിയിലോട്ടുള്ള വിമാനയാത്രയിൽ ഒരു പ്രാവശ്യം കണ്ടു. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്ക് നയൻതാരയുടെ അമ്മയും അവരുടെ കുടുംബം മുഴുവൻ നിൽക്കുന്നു. അപ്പം അവിടെ നിന്ന ആൾക്കാർ പറഞ്ഞു, ഇതാണ് നയൻതാരയുടെ അമ്മ, കുടുംബം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ചെയ്യാത്ത ആളാണല്ലോ. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നായികയാണ് നയൻതാര. വേറൊന്നുകൊണ്ടുമല്ല, അവര് എന്താണ് പറയുന്നത്, ഒരു മലയാള പടത്തിൽ വന്നിട്ട് ഞാൻ മുകേഷ് പറഞ്ഞ് കേട്ടാണ്. കാരണം അതിനകത്ത് വളരെ അവഗണിക്കപ്പെട്ട ഒരു കലാകാരിയായിരുന്നു. ആ വിഷമത്തിൽ നിന്ന് പിടിച്ചു കയറി മദ്രാസിൽ പോയിട്ട് എത്രയോ സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറിയ ഒരു ലേഡി. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീയെ നമ്മൾ ബഹുമാനിക്കും. പിന്നെ തീർച്ചയായിട്ടും വേണം. അതുകൊണ്ടാണ് എനിക്ക് ഹാർഡ് വർക്കാണ് അതൊക്കെ. ബി നയൻതാര. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. സഫാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം. 2020 ഡ്രൈവർ നകുലൻ എന്ന കഥാപാത്രം ചെയ്തത് ആരാണ്? എ ഹരിശ്രീ അശോകൻ, ബി ബിജുക്കുട്ടൻ, സി ജഗദീഷ്. നകുലൻ നമുക്ക് അത് നല്ല നോട്ടബിൾ ഒരു ക്യാരക്ടർ ആയിരുന്നു. രസകരമായ ഒരു സംഭവമായിരുന്നു. ജഗദീഷ് ചേട്ടനാ. സി ജഗദീഷ്. ജഗദീഷിനെ ഞാൻ എടുത്തിട്ടങ്ങ് പൂട്ടി. ഈ ഞാൻ ചോദിച്ചോട്ടെ, ടെസ്റ്റിയുടെ അമ്മയെ വെച്ചിട്ട് കുറെ ട്രോൾ മമ്മിയുടെ പ്രത്യേകത, മമ്മി ഭയങ്കര കോമഡിയാ. ഞാനൊന്നും അല്ല സത്യത്തില്. എന്റെ ഫാദറും മാജിക് കോമഡിയിൽ കൂടിയാണ് അവതരിപ്പിക്കുക. ഒരു കഥ ഉണ്ടാക്കിയിട്ടാണ് ഒരു ഐറ്റം ചെയ്യുക. അപ്പൊ പ്രസന്റേഷൻ ആണല്ലോ. ഇപ്പൊ സാറ് ഇപ്പൊ എന്നോട് പറഞ്ഞ സാറിന്റെ പ്രസന്റേഷൻ ആണല്ലോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. അതുപോലെ ഓഡിയൻസിന് കയ്യിലെടുക്കണമെങ്കിൽ നമ്മളൊരു കഥ ഉണ്ടാക്കണം. ഒരു ഐറ്റമിന് ഒരു കഥ ഉണ്ടാക്കിയിട്ട് അത് ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ടാണ്. കുഞ്ഞു ഐറ്റം ആയിരിക്കും, പക്ഷെ അതിനൊരു കഥ ഉണ്ടാവും. അപ്പൊ അതുപോലെ നന്നായിട്ട് കോമഡി, ആൾക്കാർ ചിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ഫാദർ സംസാരിക്കുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മമ്മി ഭയങ്കര, മമ്മിക്കുള്ള പ്രത്യേകത വെച്ചാൽ മമ്മി പേരുകളൊക്കെ തിരിച്ചു പറയും. അത് നമ്മൾ ഏറ്റോളണം, നമ്മൾ ആന്ന് പറഞ്ഞോളണം. എങ്ങനെ അതെന്ന് വെച്ചാൽ മമ്മിക്ക് തോന്നും അവരെ പേര് ഇതാണ്. അത് പറഞ്ഞാൽ അയ്യോ മമ്മി അതല്ല, അത് മതി, അവർക്ക് പറ്റിയ പേരതാ. പിഷാരടിനെ എത്ര കണ്ടാലും ശങ്കരാടിന്നേ വിളിക്കുള്ളൂ. എന്താ ശങ്കരാടി, സുഖമാണോ? അതേപോലെ നമ്മുടെ ഉണ്ടപ്പക്രുവിനെ മമ്മി വിളിക്ക കുക്കംബ്രേന്നാ. എന്താ മോനെ കുക്കുംബ്രേ, സുഖാണോ? ഒരു പ്രാവശ്യം ബ്രിട്ടാസാറിനെ കണ്ടു കൈരളിയിലെ. ബ്രിട്ടാസാറിനെ കണ്ടപ്പോ മമ്മിയൊക്കെ എടി തെസ്നി അതല്ലേ ബ്രിട്ടാനിയാന്ന്. ഞാൻ മമ്മി വല്ല ബ്രിട്ടാസാറാണ്, അങ്ങനെ മതി. പുള്ളിക്കാരി പറഞ്ഞാൽ നമ്മളത് ഏറ്റോളണം. അതാണ്, അങ്ങനെ ഒരു സ്വഭാവമാണ്. പിന്നെ ഒരു ജെയിംസ് ആൽബർട്ട് സാർ ഉണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റർ. ക്ലാസ്മേറ്റ്സ് ഹിറ്റായ സമയ ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോ മമ്മി അതാണ് ക്ലാസ്മേറ്റ്സിലെ ഹിറ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ. ആഹാ, സെന്റ് ആൽബർട്ട്സ് എനിക്കറിയാം. രസമായിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പം പറഞ്ഞതൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പം ശരിക്കും അതാണോ എന്ന് തോന്നിപ്പോ. സത്യം. പക്ഷെ അതാണ് പിഷാരടി ഇപ്പോഴും ശങ്കരാടി എന്ന് വിളിച്ചാ എന്താ മമ്മി നോക്കുള്ളൂ. പിന്നെ എത്ര മിമിക്രിക്കാരെ എത്ര പേരെ കണ്ടാലും മമ്മി വിളിക്കുന്ന അറിയാം എല്ലാവരും മിമിക്രി കുട്ടികളെയെന്ന്. അവര് വലിയ പൊസിഷനിലെത്തി മിമിക്രി പണ്ട് കളിച്ചില്ലല്ലോ. എന്താ മിമിക്രി കുട്ടികളെ സുഖാണോ? ഈ അടുത്ത നാദുഷയുടെ മോളുടെ കല്യാണത്തിന് പോയപ്പോ കോട്ടയം നസീർ, നവാസ് എല്ലാരും അങ്ങനെ ഇരിക്കുക. മമ്മി എന്താ മിമിക്രി കുട്ടികളെ എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ അവര് മമ്മി അതൊക്കെ പണ്ട് മമ്മി, ഞങ്ങളങ്ങനെ വിളിക്കല്ലോ മമ്മി. അപ്പൊ സി ജഗദീഷ് ആണ് ഉത്തരം നൽകിയിരിക്കുന്നത്. സി ജഗദീഷ് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്.